പോലീസ് മുന്നറിയിപ്പ് വെറുതെയായി. ഡിജിറ്റൽ അറസ്റ്റിലൂടെ തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിക്ക് നഷ്ടമായത് 2 കോടിയോളം രൂപ. തട്ടിപ്പ് നടത്തിയത് 10 അംഗ സംഘം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നെന്ന പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടതായും അന്വേഷണം CBIക്ക് കൈമാറിയെന്നുമായിരുന്നു ഭീഷണി. ജനുവരി 14-നും 22-നും ഇടയിലായിരുന്നു തട്ടിപ്പ് നടന്നത്. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയോ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ തുക നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ ഇതേത് തരത്തിലാണ് തട്ടിപ്പ് നടന്നത്? അപർണ, കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഏത് ഫോൺ കോളുകൾ വന്നാലും ആദ്യം തന്നെ പോലീസിന്റെ ഒരു മുന്നറിയിപ്പാണ് ഈ ഫോൺ റിങ് ചെയ്യുന്നതിന് മുമ്പ് കേൾക്കുന്നത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ട്രായുടെ പേരിലോ ഏതെങ്കിലും ബാങ്ക് അതോറിറ്റിയുടെ പേരിലോ ആര് നിങ്ങളെ ഫോണിൽ വിളിച്ചാലും ഒരു വിശദാംശങ്ങളും കൈമാറരുതെന്നാണ്. പക്ഷേ അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ പലതവണ ആവർത്തിച്ച് നൽകിയിട്ടും അതെല്ലാം വെറുതെയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ജനുവരി 14-ാം തീയതി രാവിലെയാണ് ജവഹർ നഗർ സ്വദേശിയായ ഒരാളെ ട്രായിൽ നിന്നെന്ന പേരിൽ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്ന പേരിൽ പരിചയപ്പെടുത്തി ഒരാൾ ഫോണിൽ വിളിക്കുന്നത്. തുടർന്ന് താങ്കൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുടെ ഭാഗമായി CBI ഉദ്യോഗസ്ഥർ നിങ്ങളെ ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞ് ഇയാളെ വെർച്വൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ മൂന്നാമതായി CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഫോണിൽ വിളിക്കുന്നു. തുടർന്ന് ഈ തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട 10 പേർ ചേർന്ന് ഓരോരുത്തരായി ഇയാളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ, പാസ്ബുക്കിലെ വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഇവ മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ജനുവരി 14-നും 22-നും ഇടയിൽ ഏതാണ്ട് 1,84,15,333 രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് സൈബർ ക്രൈം പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സൈബർ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയത്. FIR-ലടക്കം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ 10 അംഗ സംഘമാണ് ഓരോ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നാണ്. പക്ഷേ തട്ടിപ്പിനിരയായാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. പ്രാഥമികമായ അന്വേഷണം സൈബർ ക്രൈം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ FIR-ന്റെ പകർപ്പടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അവരെ വ്യക്തമായി പറയുന്നത് ഏതാണ്ട് 2 കോടിയോളം രൂപ ഈ വെർച്വൽ അറസ്റ്റിലൂടെയും ഈ പറയുന്ന ജവഹർ നഗർ സ്വദേശിയുടെ പക്കൽ നിന്ന് ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം വ്യക്തമാക്കുന്ന FIR-ന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ തുടർച്ചയായുള്ള മുന്നറിയിപ്പുകൾ ഫോണിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും പോലീസും സൈബർ പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ഒക്കെ നൽകിയിട്ടും അത് മുഴുവൻ വെറുതെയാക്കിക്കൊണ്ട് ഇപ്പോഴും തട്ടിപ്പ് സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നതും നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതും തുടർച്ചയായി മാറുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിക്ക് സംഭവിച്ച ഈ ദുരനുഭവം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അത് പരസ്യമാകുന്നതിനോട് പോലീസിനും യോജിപ്പില്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പറയാനാകില്ല. FIR-ൽ അദ്ദേഹത്തിൻ്റെ പേരും മറ്റ് വിശദാംശങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ നമ്മളത് സംപ്രേഷണം ചെയ്യുന്നില്ല. പക്ഷേ തട്ടിപ്പിൻ്റെ രീതിയടക്കം വിശദമാക്കുന്ന FIR-ന്റെ പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ എടുത്തു പറയുന്നുണ്ട് CBI ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ഫോണിൽ വിളിച്ചാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നടപടികളുടെ ഭാഗമായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 10 അംഗ തട്ടിപ്പ് സംഘം ജവഹർ നഗർ സ്വദേശിയെ ബന്ധപ്പെട്ടതെന്നാണ് പരാമർശം. അങ്ങനെ നടത്തിയ തട്ടിപ്പിനൊടുവിലാണ് 8 ദിവസം കൊണ്ട് 1,84,00,000 രൂപ ഇയാളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 10 അംഗ സംഘം തട്ടിയെടുത്തിരിക്കുന്നത്. ഈ ആളുടെ പണം നഷ്ടപ്പെട്ട ആളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോഴും ഈ 10 അംഗ സംഘം ഇപ്പോൾ ഈ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട് 10 അംഗ സംഘം അത് എവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ ഈ മിനിറ്റിൽ വരെ? ഒരു സൂചനകളുമില്ല. പക്ഷേ അവരുടെ വിശദാംശങ്ങൾ, അതായത് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട 10 പേരുടെ ഫോൺ നമ്പറുകൾ, അവരുടെ വാട്സാപ്പ് നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയ മൊബൈൽ നമ്പറുകൾ ഇതടക്കമാണ്
പോലീസിന് കൈമാറിയിരിക്കുന്നത്. അത് കൃത്യമായി പരാമർശിച്ചുകൊണ്ട് ഈ 10 പേരെയും പ്രതി ചേർത്തുകൊണ്ടാണ് സൈബർ ക്രൈം പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സിം കാർഡുകളൊക്കെ മറ്റ് പേരുകളിലായിരിക്കാം. അവർ അത് വ്യാജമായി നിർമ്മിച്ചെടുത്ത മറ്റ് ഡോക്യുമെന്റുകൾ ഉപയോഗിച്ച് ഈ സിം കാർഡുകൾ കൈപ്പറ്റി അത് ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത. സാധാരണയായി ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം തന്ത്രങ്ങളാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഒരു ദിവസം പെട്ടെന്ന് 1 മണിക്കൂറിൽ നടന്ന തട്ടിപ്പല്ലിത് 14-ാം തീയതി തുടങ്ങി 22-ാം തീയതി വരെ നീണ്ട അങ്ങനെ ഏതാണ്ട് 8 ദിവസം കൊണ്ടാണ് ഇത്രയധികം പണം തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പണം നഷ്ടപ്പെട്ടയാളെ അത്രയധികം ദിവസം ഇയാൾ വിർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞത് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്താൻ ഈ സംഘത്തിന് കഴിഞ്ഞു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ തുടർച്ചയായി ഫോൺ കോളുകൾ മുഖേനയും അതല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പോലീസ് നൽകുന്നതാണ്. അതൊന്നും ഇപ്പോഴും പ്രസക്തമല്ല. അതിനെയൊക്കെ അവഗണിക്കുന്ന തരത്തിൽ ഈ തട്ടിപ്പ് സംഘം സജീവമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ വലിയ തട്ടിപ്പ്. വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. ഇത്രയേറെ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും 2 കോടി രൂപയാണ് തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടമായിരിക്കുന്നത്. CBI അന്വേഷണം എന്ന് പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ 2 കോടി 10 അംഗ സംഘം തട്ടിച്ചെടുത്തത്. 2 കോടി രൂപ. ഈ 10 പേരെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോഴും എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അത് വലിയ സ്വാഭാവികമായിട്ടും ഈ വിളിച്ചിരിക്കുന്ന ഫോൺ നമ്പറുകൾ പോലും ശരിയായ രേഖകൾ നൽകി എടുത്തതായിരിക്കില്ല. ഏത് തരത്തിലാണ് ഈ അന്വേഷണം നടക്കുക എന്നുള്ളതുകൊണ്ട് ഏതായാലും ഇത്രയും വലിയ തുക ഇത്രയേറെ ബോധവൽക്കരണത്തിന് ശേഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ.